ഗോപിയുടെ മകൻ മാധവ് സുരേഷ് തിരുവനന്തപുരത്ത് നടു റോട്ടിൽ കിടന്ന അടിയുണ്ടാക്കി. ആ വാർത്ത നിങ്ങൾക്ക് കേട്ടുവാണല്ലോ, ആ ക്ലിപ്പും കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. പ്രചരിക്കുന്നത് മുഴുവൻ ഭയങ്കര ദേഷ്യക്കാരനായ സുരേഷ് ഗോപിയുടെ മകൻ ഒരു പബ്ലിക് ന്യൂസൻസ് ആയി നടുറോട്ടിൽ ഇറങ്ങി അതേ ദേഷ്യം കാണിക്കുന്നു എന്ന രീതിയിലാണ് ആ കുട്ടി അഭിനയിച്ച സിനിമയിലെ ഡയലോഗൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ മാധവ് സുരേഷ് പോലീസ് കസ്റ്റഡിയിൽ എന്നടക്കം വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് ഒരാളെ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? കല്ലെറിയാൻ യോഗ്യരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വേറെ ഉള്ളപ്പോ. അപ്പൊ നമ്മൾ ഇവർ ഈ കാണിച്ച ഇത്രയും ക്ലിപ്പിൽ നിന്നും മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉള്ളതാണ്, അല്ലാതെ വായുവിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല. അതൊന്നും മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എനിക്ക് നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. അത് ചെറുതായാലും വലുതായാലും അതിനെ വാല്യൂ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നുള്ള മോണിറ്റൈസേഷൻ, അതാണ് വരുമാനം. അത് ഇല്ലാതാവുന്ന രീതിയിൽ ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ച് നമ്മുടെ ചാനലിന്റെ വ്യൂ ആൻഡ് റീച്ച് കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ലാതെ വരികയും ഞാൻ നിങ്ങളോട് സംഭാവന ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വന്നതും എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, കുറ്റബോധമില്ല, സങ്കടമില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ സംഭാവനകൾ കൈപ്പറ്റുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മാധവ് സുരേഷിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പ്രാഥമികമായിട്ട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ പറയുകയാണ്, ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു റിയാക്ഷൻ ആണ്. അതായത് ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന സംഗതിയാണ് റിയാക്ഷൻ. ഈ ദേഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും അത് എപ്പോഴും ദേഷ്യപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ കാര്യമായ കാര്യത്തിന് വല്ലപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരുടെയൊക്കെ ദേഷ്യത്തിന്റെ തോത് വ്യത്യസ്തമായിരിക്കും. എന്നാൽ പോലും ദേഷ്യം എന്നത് ഒരു റിഫ്ലക്ട് ആക്ഷൻ ആണ്. ഒരു സംഗതി നടക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് ദേഷ്യം വരുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ നടന്ന ആ ഒരു സംഗതി എന്നത് വ്യക്തമായി ആ വീഡിയോയിൽ തന്നെയുണ്ട്. മാധവ് സുരേഷ് ആ കാറിന് മുൻപിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ കാറ് മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ, എന്റെ സുഹൃത്ത് ആരെങ്കിലും ഒക്കെ ചേർന്ന് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ വെച്ച് എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ, നമ്മുടെ കാറിന്റെ മുമ്പിൽ ഒരാൾ വന്ന് വട്ടം നിന്നാൽ അയാളെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കുക എന്നതാണോ നിങ്ങൾ ചെയ്യുക? കാറ് മുന്നോട്ടാണോ എടുക്കുക? അതോ കാർ നിങ്ങൾ പുറത്തിറങ്ങണമെന്നില്ല, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പുറത്തിറങ്ങി അക്രമിയോട് നേരിടണമെന്നല്ല, പക്ഷെ നിങ്ങൾ കാറ് മുന്നോട്ട് എടുക്കുമോ? ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്. കാറ് മുന്നോട്ട് എടുക്കുമ്പോൾ മാധവ് സുരേഷ് ചോദിക്കുന്ന ചോദ്യം വണ്ടി കയറ്റിക്കൊല്ലോ എന്നാണ്. നിങ്ങൾ കേട്ട് നോക്കിക്കോളൂ. രണ്ടാമതായി ചോദിക്കുന്നത്, ആദ്യം സംസാരിച്ചപ്പോ നീ എന്നെ കൈവച്ചു, എന്റെ വണ്ടിക്കിട്ട് അടിച്ചിട്ടാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ വണ്ടിക്കിട്ട് അടിക്കുന്നത്. അപ്പോ ഈ വണ്ടിക്കിട്ട് അടിച്ചു എന്ന കാര്യം ആദ്യം നടന്നു എന്നതല്ലേ പറയുന്നത്? നമ്മൾ കണ്ടത് ഒരു സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനു മുൻപ് നടന്ന സംഭവം, ആ വണ്ടിയിലിരുന്ന വ്യക്തി കോൺഗ്രസ് നേതാവാണ് എന്ന് പറയുന്നുണ്ട്. വിനോദ് കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു, കേസെടുത്തു എന്നൊക്കെ രീതിയിൽ ഇപ്പൊ വാർത്തകൾ വരുന്നത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം മുൻപ് ചെയ്തത് എന്താണ് എന്നതിന്റെ വീഡിയോ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? മാധവ് സുരേഷ് ആണ് റിയാക്ട് ചെയ്യുന്നത്, മാധവ് സുരേഷ് ആണ് ദേഷ്യപ്പെട്ടത് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറെ പേർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായതും കുറെ പേര് ഇത് ഷൂട്ട് ചെയ്തതും ചാനലുകൾക്ക് അയച്ചു കൊടുത്തതും ഇത് ചർച്ചയാക്കിയതും. അപ്പൊ അതിന് പ്രീവിയസ് വീഡിയോസ് കൃത്യമായും പുറത്തു വരില്ല, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കണ്ടുന്ന ആളുകൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതിന്റെ ചേതോവികാരമാണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് മാധവ് സുരേഷ് മാത്രം റിയാക്ട് ചെയ്യുമ്പോൾ ഇത് വലിയ പ്രശ്നമാവുന്നത്? മാധവ് സുരേഷ് പറയുന്നുണ്ട്, അതിനു മുൻപ് എന്റെ വണ്ടിക്കിട്ട് ഇയാൾ അടിച്ചു, എന്റെ ദേഹത്ത് കൈവച്ചു, അത് ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്ന് നിന്നതെന്നുള്ളത് അവന്റെ റിയാക്ഷനിൽ തന്നെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ആരോപിച്ചത് മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടോ എന്നതാണ്. അപ്പൊ അവിടെ പോലീസ് ഉണ്ട്, പോലീസിനെ വിളിക്കുക, പോലീസ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് മാധവ് സുരേഷ് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കണം, എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലീസിനെ കണ്ടാൽ ഞാൻ ഓടും. എന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് ഞാനാണ് പറയാ വിളിക്കടാ പോലീസിനെ എന്ന്. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മാധവ് ഇവിടെ പറയുന്നുണ്ട്, പോലീസിനെ വിളിക്കേ. അപ്പൊ ഇയാൾ പോലീസിനോട് പറയുന്നത് മാധവ് മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ്. ബ്രീത്ത് അനലൈസർ വെച്ച് അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത പോലീസുകാരന് മനസ്സിലായി മദ്യപിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബീപ്പ് അടിച്ചിട്ടില്ല. എന്നിട്ടും മാധവിനെ അയാൾ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകണമെന്ന് ഈ പോലീസുകാരന് ഭയങ്കര വാശിയായിരുന്നു അത്രേ. ഇത് പറയുന്നത് ഞാനല്ല, മാധവ് തന്നെ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോളൂ. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ പോലീസുകാരനെ വലിയ നിർബന്ധമായിരുന്നു മാധവ് സുരേഷിനെ കൊണ്ടുപോകുന്നത്. ബ്രീത്ത് അനലൈസറിൽ ബീപ്പ് അടിക്കാതെ ഒരാളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയതിന്റെ അടിസ്ഥാനം എന്താണ്?
എനിക്ക് മനസ്സിലാവാത്ത അതാണ്. അതുപോലെ തന്നെ രണ്ട് വണ്ടിക്കാർ തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായപ്പോൾ മറ്റേ ആളുടെ ബ്രീത്ത് അനലൈസിംഗ് ചെയ്തായിരുന്നു, അയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നതറിയാമോ എന്നാണ് ചോദ്യം. മാധവനെ പരിശോധിച്ചില്ല. എന്തുകൊണ്ട് അയാളെ പരിശോധിച്ചില്ല? കോൺഗ്രസ് നേതാവായതുകൊണ്ടോ അതോ പരാതിക്കാരനായതുകൊണ്ട് അയാൾക്ക് എന്തുമാകാം എന്ന് വിചാരിച്ചിട്ടാണോ? അയാൾ മുമ്പ് ചെയ്തതായിട്ട് അലിഗേഷൻസ് മാധവ് പറയുന്നുണ്ടല്ലോ. മാധവിന്റെ ഭാഗത്ത് ന്യായമായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എങ്ങനെ അവസാനിച്ചു നിങ്ങളൊന്നും അറിയണം. എങ്ങനെ അവസാനിച്ചത്? മാധവ് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, അവിടെ വെച്ച് മധ്യസ്ഥം പറയുന്നു. ഞാനൊരു അനീതി നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോൾ എന്റെ മുന്നിൽ വന്ന് ഒരുത്തം ബഹളം വെച്ചാൽ എനിക്ക് പോയി കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവൻ നിയമപരമായിട്ട് എന്താണോ അവൻ പബ്ലിക്കായിട്ട് കടന്ന് കാണിച്ചത് അതിനുള്ളത് അവൻ അനുഭവിക്കണം. വധശ്രമത്തിന് വരെ എനിക്ക് കേസ് കൊടുക്കാം, 14 ദിവസം അവൻ അകത്ത് എടുക്കാം. എന്താ ചെയ്യാത്തെ? എന്തിനാ കോംപ്രമൈസ് ചെയ്തേ? സുരേഷ് ഗോപിയുടെ മോനല്ലേ, ഒരു പാവം ചെക്കനല്ലേ എന്നും പറഞ്ഞാണോ കോംപ്രമൈസ് ചെയ്തത്? അല്ല. ഇയാൾ പറയുന്നുണ്ട് ഇയാൾ പുറത്തിറങ്ങി വന്ന് സീനായപ്പോ മാധവ് സുരേഷ് ആണെന്ന് കണ്ടപ്പോഴാണ് മിണ്ടാതായതെന്ന്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്, ഇയാൾ സീനാക്കിയിട്ടുണ്ട്, അവന്റെ വണ്ടിക്ക് തടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഏതെങ്കിലും വണ്ടി പ്രേമിയായ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. എനിക്ക് അങ്ങനത്തെ ഒന്നിലധികം സുഹൃത്തുക്കളുണ്ട്. അവരുടെ വണ്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ അവരെ അടിക്കും, ഉറപ്പായിട്ടും അടിക്കും. അവർക്ക് അത്രയും കൊള്ളുന്ന ഒരു സംഗതിയാണത്. നിങ്ങൾ ചുമ്മാതൊക്കെ കാണും, നമ്മൾ ഈ പാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ സെക്യൂരിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിൽപ്പനയ്ക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർ ചില്ലിലോട്ടൊക്കെ വന്നിട്ട് കടകാന്ന് അടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചില്ല് കണ്ടിട്ട് പറയും അടിക്കണ്ട പറഞ്ഞാ മതി. എന്തിനാ അടിക്കുന്നതെന്ന് ചോദിക്കാം. അവർക്ക് ഇഷ്ടമല്ല. അവർ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന സാധനമാണത്. അത് അങ്ങനെ കൊണ്ട് വണ്ടിയും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എത്ര ആളുകൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പലരും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കാലൊക്കെ കയറ്റി വയ്ക്കുന്ന വ്യക്തികളാ. കാറ് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരാളുടെ കാറിൽ കയറിയിട്ട് കാലൊന്നും മേളിക്കച്ച് വെക്കാമോ? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല, അതിനാൾ സമ്മതിക്കില്ല. അപ്പൊ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഭയങ്കര പ്രഷ്യസ് ആണ്. അവന്റെ വണ്ടി കടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ തിരിച്ചടിച്ചത്. അവൻ പ്രതികരിച്ചതാണ്, അത് പ്രതികരണമാണ്. ആദ്യത്തെ എന്തുകൊണ്ട് പുറത്തു വന്നില്ല? മാധവ് സുരേഷ് ആണ് നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ, ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ വിദഗ്ധമായി കോൺഗ്രസ് നേതാവ് കാറിനകത്ത് കയറി ഡോറടച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ അതെന്താണെന്നുള്ളത് പുറത്തു വരേണ്ടതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ഒന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയട്ടെ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മാധവ് സുരേഷ് ആണ് തെറ്റ് ചെയ്തതെന്ന് പറയട്ടെ. ഇപ്പൊ മാധവ് തന്നെ പറഞ്ഞിട്ടുള്ള ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, കോംപ്രമൈസ് ചെയ്തു, തെറ്റിദ്ധാരണ ഉണ്ടായി എന്നൊന്നും മാധവ് സുരേഷ് പറഞ്ഞിട്ടില്ല. പക്ഷെ വഴക്കുണ്ടായി, അയാൾ റിയാക്ട് ചെയ്താണ്. അയാൾക്ക് ഇപ്പോഴും അതിൽ തെറ്റില്ല. ആ പോലീസുകാരന് ചിരി ചൊറിച്ചിൽ കൂടുതലായിരുന്നു. എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത് ഷൂട്ട് ചെയ്യണമെന്ന ചൊറിച്ചിൽ. ആ ചൊറിച്ചിലിന്റെ ഉറവിടം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ കല്ലെറിയുന്നത് മുഴുവനും മാധവ് സുരേഷിനോടുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ല. അവന്റെ ഒരു സിനിമ ഡയലോഗ് പറഞ്ഞോണ്ട് എന്തിനാടാ ബഹളം വെച്ചിട്ട്, എന്തിനാടാ തടഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ഇട്ട് കല്ലെറിയും. നിന്റെ പത്തിയില്ല ഒന്ന് നാക്ക്. ഈ ഊളത്തരം ചെയ്തുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോടോ നിങ്ങൾക്കുണ്ടോ? ഊളത്തരം തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് കേസ് മുഴുവൻ വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? മുകേഷ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ഗണേഷ് അവിടെ ഇരിപ്പുണ്ടോ, നിങ്ങൾ അവരും തമ്മിൽ എന്ത് വാഹേ വ്യത്യാസം? സമ്മതിക്കേ, അവരും നിങ്ങളും ഊളകളാ എന്ന് സമ്മതിക്കേ. മനസ്സിലായില്ലേ? ആ ഊളകളെ ഒന്നും ഒരു വാക്ക് ചോദിക്കാനോ ഒരു വാക്ക് മിണ്ടാനോ കഴിയാത്ത നിങ്ങൾ എത്ര ആവേശപരമായിട്ടാണ് ഒരു ചെക്കനെ ഇങ്ങനെ കിടന്നങ്ങോട്ട് ക്രൂശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതാണ് ജനങ്ങളെ, പബ്ലിക്കായിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് സമയത്തും ഒരു മനുഷ്യന് ദേഷ്യം വന്നാൽ അയാൾ പ്രതികരിക്കും. അയാൾ പ്രതികരിക്കുന്നതിന് മുൻപ് നടന്നിട്ടുള്ള സംഭവങ്ങളെ അനലൈസ് ചെയ്യാതെ ഒരാളെ വിധിക്കാൻ പാടില്ല. ദേഷ്യപ്പെടുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ പേരിൽ അവൻ എങ്ങനെയൊക്കെ പ്രതികരിച്ചു, എത്ര ഡാമേജ് ഉണ്ടായി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ അളക്കുന്നത്. എന്തായാലും വിനായകനൊക്കെ പ്രതികരിക്കുന്ന അത്രയും വലിയ വിപ്ലവമൊന്നും സുരേഷ് ഗോപിയുടെ മക്കളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം അവരുടെ അച്ഛന്റെ പേര് സുരേഷ് ഗോപി എന്നായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതുമായി സംബന്ധിച്ച് ഞാൻ പറഞ്ഞതല്ലാതെ ആ വീഡിയോയിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നിങ്ങൾക്ക് കമന്റ് ഇടാവുന്നതാണ്, നമുക്ക് ചർച്ച ചെയ്യാം. തെറ്റ് ആരുടെ ഭാഗത്തായാലും അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ തെറ്റ് ഈ പറയുന്നവരുടെ ഭാഗത്തല്ല എന്ന് മറ്റേ ആളെ ചൂണ്ടുന്നവന് ഉറപ്പുണ്ടായിരിക്കണം. ഉറപ്പുള്ളവനൊന്നും കോംപ്രമൈസ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു. ആ ചെറുക്കൻ മദ്യപിച്ചിട്ടില്ല, ആ ചെറുക്കന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞവൻ തന്നെ കോംപ്രമൈസ് ചെയ്ത് പോവുകയും ചെയ്തു. പിന്നെ നിങ്ങൾ എന്തിനാ അവനെ കല്ലെറിയുന്നത്? മാതൃഭൂമി ന്യൂസ് വീഡിയോ ഇട്ടിരിക്കുന്നത് മാധവ് സുരേഷ് പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ നോക്കുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ മുഴുവനും ഈ അശ്ലീല കഥകളാണ് ഓർത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ വല്ലതും ആണോ എന്നറിയാനുള്ള ത്വര കൊണ്ട് ഓടിപ്പോയ ആൾക്കാർ നോക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനത്തെ തലക്കെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ നിങ്ങൾ ഇതുപോലെ തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം MP ആവുന്നതിന് മുമ്പ് വരെ, കേന്ദ്രമന്ത്രിയായി MP ആയി, ഇപ്പോൾ അതിനൊക്കെ മുമ്പ് വരെയും ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവർ ഒന്നും തലക്കകത്ത് നിങ്ങളുടെ പോലെ തന്നെ രാഷ്ട്രീയ തിമിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അകാരണമായി ഒരു വ്യക്തിയെ ആക്രമിക്കുന്നത് കാണുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാവും. നിങ്ങളുടെ ട്രോളല്ല, സർക്കാസോ അല്ല, നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കുന്ന ചോറ് തിന്നുന്ന മനുഷ്യരെ ഇവിടെ ഉള്ളത്. അപ്പൊ അതെല്ലാം അദ്ദേഹത്തിന് ഗുണപരമായി വന്നത്, അതെല്ലാം വോട്ടായിട്ട് വന്നത് അങ്ങനെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചോരി കൊരി എന്ന് പറഞ്ഞിപ്പോ നടക്കുന്നതേ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ പോയതിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.